നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞ നീ ദേഷ്യപ്പെടരുത്. ഏതായാലും നടന്നതൊക്കെ നടന്നു. നീ നാളെ തന്നെ പോയി ശൈലജയെ വിളിച്ചോണ്ട് വരണം. എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയോളെ ഞാൻ ചെന്ന് വിളിക്കണമെന്നാണോ അമ്മ പറയുന്നത്? അതുണ്ടാവില്ല. വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഒന്നും നേടാനാവില്ല മോനെ. അവളെ വിളിച്ചോണ്ടരാൻ അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പോവില്ല. തന്നെ ഇറങ്ങിപ്പോയതല്ലേ, താനെ തിരിച്ചു വരട്ടെ. ഹരിയേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ കാരണം ശൈലടുത്ത് പിണങ്ങിപ്പോയത്. എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക. ഹരിയേട്ടൻ ശൈലടുത്ത് വിളിച്ചോണ്ട് വരണം. ഞാൻ വേണമെങ്കിൽ ശൈലടുത്തോട് ക്ഷമ ചോദിക്കാം. നീ ക്ഷമ ചോദിക്കുന്നോണ്ടൊന്നും തീരുന്നതല്ല ഈ പ്രശ്നം. നമസ്കാരം. ഇരിക്കൂ. നിങ്ങളായിരുന്നോ? എന്താ വിശേഷിച്ച് രണ്ടുപേരും കൂടെ ഇവിടെ? ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ മനസ്സിന് പക്വത ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ വാശിയും പണക്കവും ഒക്കെ. എന്താ രാഘവൻ? അതെ അതെ, ഞങ്ങള് ശൈലജ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. അടിച്ചിറക്കിയിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞില്ലേ? അവൾ ഇവിടെ എത്തിയോ? വല്ല വണ്ടിക്കും തല വെച്ചോ? വല്ലയിടത്തും തൂങ്ങിയോ എന്നൊന്നും ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? അല്ല, ശൈലജ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളതുകൊണ്ട് ഇവിടെ എത്താനുള്ള വഴി അവർക്ക് തെറ്റിയല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓ, അത്രയെങ്കിലും അറിഞ്ഞത് നന്നായി. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർക്കേ ജീവിക്കാൻ പറ്റിയ ചുറ്റുപാടാണോ അവിടെ? കണ്ണിൽ കണ്ട അലവലാതെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി കുടിപ്പിക്കരുതെന്ന് പറഞ്ഞതിനല്ലേ അവൻ എന്റെ മോളെ അടിച്ചിറക്കി വിട്ടത്? സ്വന്തം അച്ഛനെയും പെങ്ങന്മാരെയും മറ്റുള്ളവരുടെ മുമ്പിൽ ചോമാനിച്ച ഏതൊരുത്തനായാലും നിലമറന്നു പോകും. മുട്ടേന്ന് വിരിഞ്ഞതിനെയും തല നരച്ചതിനെയും ഒന്നുപോലെ അനുസരിക്കണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. ആണുങ്ങളായ സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണം. സരോജിനിയമ്മേ, ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ ഇങ്ങനെ സൗന്ദര്യപ്പണക്കവും കലഹങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞു തിരുത്തേണ്ടത് നമ്മൾ അച്ഛനമ്മമാരല്ലേ? അതെ, ഞങ്ങൾക്ക് അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ പേടിയുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാല് നാളെയും അവർ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ആ വീട്ടിൽ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഹരിയുടെ എന്നെ തല്ലിയത്? നിങ്ങൾ ആരെങ്കിലും അതിനെ കുറിച്ച് ചോദിച്ചോ? മോളെ, നീ വിചാരിക്കുന്നത് പോലെ ഹരിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ഹരിയേട്ടനെ എനിക്കറിയാം. എന്നെ ഹരിയേട്ടനും അറിയാം. ഓരോരുത്തരും ഓരോന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹരിയേട്ടൻ നിലമറന്നു പോകുന്നേ. അത് ഇനി പറ്റത്തില്ല. ഞങ്ങൾ മാറി താമസിച്ചോളാം. ഏതായാലും ഹരി ഉടനെ ഒരു വാടക വീടെടുത്ത് മാറി താമസിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. എന്താ രാഘവൻ നായരൊന്നും മിണ്ടാത്തത്? അല്ല സരോജിനി, അതെ, നിങ്ങളൊന്നും പറയണ്ട. ഞങ്ങളുടെ മോള് വല്ല സ്റ്റൗ പൊട്ടിത്തെറിച്ചോ കിണറ്റിൽ വീണ് മരിച്ചു എന്നോ പത്രത്തിലൊരു വാർത്ത വന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. സരോജിനിയമ്മേ, മലർന്നു കിടന്ന് തുപ്പരുത്. നിങ്ങളിങ്ങനെ പിടിവാശി പിടിച്ചാൽ നഷ്ടം ഞങ്ങൾക്കല്ല എന്നുള്ളത് ഓർമ്മിക്കുന്നത് നല്ലത്. ഹരിക്ക് ഇനിയും ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്കണം. ഭാര്യയെ തല്ലുന്നത് വലിയ മാന്യതയായിട്ട് ധരിച്ചു വെച്ചിട്ടുണ്ടല്ലേ? താൻ ഒരു കോളേജ് വാദ്യാരല്ലേ? വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതിയാ ഞങ്ങളുടെ പെങ്ങളെ തനിക്ക് കെട്ടിച്ചെന്ന്. ജയ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെങ്കിലും വെച്ചാ. ഇത് റോഡാണ്. ആളുകൾ കേട്ട ലെക്ചർക്ക് മാനക്കേടാണല്ലേ? കഴുത്തിലൊരു താലിച്ചരട് കെട്ടിയെന്ന് വെച്ച് പിന്നെ എന്ത് ആകാന്ന് കരുതിയോ? ചോദിക്കാനും പറയാനേ അവൾക്ക് ആളുണ്ട്. കഴിഞ്ഞോ ഭീഷണി? ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കൈക്കരുത്ത് ഇല്ലാഞ്ഞിട്ടുമല്ല. അതെ, കാള പെറ്റൂന്ന് കേട്ടാൽ ഉടൻ കയറെടുക്കരുത്. കരുത്ത് കാട്ടാൻ വരുന്നതിന് മുമ്പ് ആദ്യം വിവാഹം കഴിഞ്ഞ് ഭാര്യയായി വരുന്ന പെണ്ണ് ഭർത്താവിനോടും വീട്ടുകാരോടും എങ്ങനെയാണ് പെരുമാറേണ്ടെന്ന് പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്. ഇനിയും നമ്മൾ ഇത്രയും കടുംപിടുത്തം പിടിക്കണോ സരോജിനി? അവന് വല്ല ദുർബുദ്ധി തോന്നി ഡൈവോഴ്സ് നോട്ടീസോ മറ്റോ അയച്ചാലും അതിനുള്ള ധൈര്യമൊന്നും ഹരിദാസനില്ല. ഇന്നത്തെ കാലം അവനാണെങ്കിൽ ചെറുപ്പവും. നമ്മുടെ മോളുടെ ഭാവിയിട്ടാണ് നീ കളിക്കുന്നത്. നിങ്ങൾ ആ തിരുവയെന്ന് മുടി ചുമ്മാ ഇരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹരിക്ക് താമസിക്കാൻ ഒരു വാടക വീട് കണ്ടിട്ടുണ്ട്. അവൻ സമ്മതിച്ചോ? അവൻ എന്തു പറഞ്ഞാലും നിർബന്ധിച്ച് അവനെ മാറ്റി താമസിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് അവന്റെ ജീവിതമാണ്. വീട് എവിടെയാണെന്ന് നീ ചോദിച്ചില്ലല്ലോ. നീ കരയുകയാണ്. ഹരി ഇവിടുന്ന് മാറി താമസിക്കുന്നു കേട്ടപ്പോ
എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഇവിടുന്ന് മാറി താമസിക്കേണ്ടവനല്ലേ? അത് കുറെ നേരത്തെ ആയെന്ന് മാത്രം കരുതിയാ മതി. പോട്ടെ. മുത്തശ്ശി, എന്താ അമ്മേ ഇത്? ഇവിടെ അടുത്ത് തന്നെയല്ലേ വീട്? എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരാലോ. സമയമായി, പോയിട്ടോ. ഇവിടെ അത്താഴൊന്നും വേണ്ടേ? എനിക്ക് പട്ടിണി എടുക്കാൻ വയ്യ. അരിക്കൊട്ടില്ലാത്തത് കൊണ്ട് എനിക്കിത് ഇറങ്ങണില്ല മോളെ. എനിക്കിഷ്ടായി. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എല്ലാ ജനലിനും ഓരോ കർട്ടൻ ഇടണം, എങ്കിലേ ഭംഗിയുണ്ടാവും. ഹരിയേട്ടൻ എന്നോട് വഴക്കാണോ? എന്താ ഒന്നും മിണ്ടാത്ത? എന്തൊക്കെ ചെയ്യും, നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ഉണ്ടാവില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, അവിടെ ഞാനും എന്റെ ഹരിയേട്ടനും നമ്മുടെ കുഞ്ഞുങ്ങളും, നമ്മൾ മാത്രം. അത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പൊ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? ഹരിയേട്ടനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല.